കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും രാജിയാണ്. DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജ് രാജിവെച്ചു. നേരത്തെ നടക്കാവ് കൗൺസിലർ അൽഫോൺസ് രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. വളരെ നാടകീയമായിരുന്നു ആ രാജിക്കത്ത് കൈമാറ്റമൊക്കെ. വീണ്ടും ഒരു രാജി സംഭവിക്കുമ്പോൾ നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം. കഴിഞ്ഞ 4.5 വർഷമായി പാർട്ടിയിൽ യാതൊരു പ്രവർത്തനം നടത്താത്ത ഒരു മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ, ആ വാർഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ നൂലിൽ കെട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് വാർഡ് 65 എരഞ്ഞിപ്പാലത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി അറിയിക്കുന്നു. ശിഷ്ടത്തിന് താറാറാന്നല്ല പറഞ്ഞത്, പാർട്ടിക്കല്ല താറാറ്, ശിഷ്ടത്തിന് താറാറ്. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഇതിപ്പോ കോഴിക്കോട് എത്രാമത്തെ രാജിയാണ്? എന്റെ ഓർമ്മയിൽ 3ാമത്തെ രാജിയാണല്ലേ? ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നത്? റോഷനി, 3ാമത്തെ രാജിയാണ്. അതിൽ അൽഫോൺസ ടീച്ചർ മാത്രമാണ് മറ്റൊരു പാർട്ടിയിലേക്ക് പോയത്. ചാലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടു പോയിട്ടില്ല, സ്ഥാനങ്ങൾ രാജിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എരഞ്ഞിപ്പാലത്ത് നിന്നുള്ള DCC ജനറൽ സെക്രട്ടറി ബാബുരാജാണ് രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹം എവിടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ BJPയോട് ചെറിയൊരു സ്നേഹം അദ്ദേഹം ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കാണാനും സാധിച്ചിരുന്നു. പ്രധാനമന്ത്രിയൊക്കെ തന്നെ അദ്ദേഹം പുകഴ്ത്തി പറയുന്നതൊക്കെ തന്നെ കണ്ടിരുന്നു. പക്ഷേ CPM-നെയും കോൺഗ്രസിനും രൂക്ഷമായ ഭാഷയിലാണ് ബാബുരാജ് വിമർശിച്ചത്. അതായത് എനിക്ക് 65 വയസ്സായി, ഇനി മത്സരിക്കാനുള്ള അവസരമില്ല, എന്നിട്ട് പോലും പാർട്ടി പരിഗണിച്ചില്ല. പെട്ട് തൂക്കി നടക്കാത്തവരെ, ഒപ്പം തന്നെ ഗ്രൂപ്പ് കളിക്കാത്തവരെ ഒന്നും തന്നെ പാർട്ടി പരിഗണിക്കുന്നില്ല. പരാതി കേൾക്കാൻ കോഴിക്കോട്ടെ കോൺഗ്രസിൽ മുതിർന്ന നേതാക്കളില്ല. എരഞ്ഞിപ്പാലത്തെ വാർഡിൽ മത്സരിക്കാൻ വേണ്ടി പുറമേ നിന്ന് ഒരാളെ നൂല് കെട്ടി ഇറക്കി തുടങ്ങിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. KPCCയുടെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡമൊക്കെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ എരഞ്ഞിപ്പാലം ഡിവിഷനിൽ ലംഘിച്ചു തുടങ്ങി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിലെ സ്ഥാനങ്ങളൊക്കെ തന്നെ പ്രാഥമിക അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നത്. ഇനി എങ്ങോട്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ BJPയുടെ എരഞ്ഞിപ്പാലത്തെ സ്ഥാനാർത്ഥി ഇതുവരെ BJP പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയക്കാരായതുകൊണ്ട് തന്നെ പൊതു സമൂഹത്തിലുണ്ടാകും, പൊതുപ്രവർത്തനം തുടരുമെന്ന് മാത്രമാണ് ബാബുരാജ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സീറ്റ് വിഷയമാണ് കോഴിക്കോട്ടെ കോൺഗ്രസിൽ ഈ രാജി തുടരാൻ കാരണമായത്. അൽഫോൺസ ടീച്ചർ രാജിവെച്ചപ്പോഴും സീറ്റല്ല വിഷയമെന്ന് പറഞ്ഞിരുന്നു. അതായത് CPM കോൺഗ്രസ് നെക്സസ് എന്ന വാക്കാണ് അൽഫോൺസ ടീച്ചർ അന്ന് ഉപയോഗിച്ചത്. അതേ വാക്ക് തന്നെയാണ് ഇന്ന് ബാബുരാജും ഉപയോഗിച്ചത്. റോഷ്നി, സിനോജ് തോമസ് ആണ് അപ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസിനകത്തിൽ നിന്നുണ്ടായ രാജിയുടെ വിശദാംശങ്ങൾ നൽകിയത്.